പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞങ്ങൾക്ക് തിരികെ നൽകുവാൻ വേണ്ടി അങ്ങ് തിരുമനസ്സായിക്കൊണ്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത്, ഈ പ്രാർത്ഥനയോർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും, ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ആരോഗ്യവും സന്തോഷവും കൃപയും സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും സമൃദ്ധിയും ജീവന സമൃദ്ധി പ്രത്യേകമാവിധത്തിൽ നൽകി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം കനിഞ്ഞ് സ്വർഗീയ പിതാവ് തന്റെ മക്കളായി നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പുണ്യദിനങ്ങളിൽ വലിയ അഭിഷേകത്തോടെ നമ്മെ സൗഖ്യപ്പെടുത്തി നമുക്ക് വേണ്ട വിടുതൽ നൽകി സംരക്ഷണം നൽകി അനുഗ്രഹിക്കുന്ന വലിയ അഭിഷേകമാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും മണിക്കൂറുകൾ ദിവ്യകാല സന്നദ്ധിയിലും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ദിവ്യകാരുടെ യാത്രകള് അതിശക്തമായി നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു പിടിക്കാൻ, മക്കളെ തിരിച്ചു പിടിക്കാൻ, കുടുംബജീവിതങ്ങളെ വീണ്ടും കൃപയാലെ ശക്തിയാൽ നിറയ്ക്കാൻ, പൈശാചിക സ്വാധീനങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ എല്ലാ മക്കളെയും നിറച്ചുകൊണ്ട് പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി എല്ലാ മക്കൾക്കും അനുഭവിക്കാനായിട്ട് കർത്താവേ സ്വർഗം തുറന്ന് കൃപയായിരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിലെ ശുശ്രൂഷയില് സ്വർഗം ഇടപെടും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തി നമുക്ക് ലഭിക്കും, ഉറപ്പാണ്. തിരുക്കുടുംബത്തിന്റെ നിറസാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ഉണ്ണീശോയും നമ്മുടെ കുടുംബത്തിൽ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബം തന്നെ മാലാഖമാരും വിശുദ്ധരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വലിയ കരുണയും ഇടപെടലും നമുക്ക് സൗഖ്യമാകട്ടെ, സമാധാനമാകട്ടെ, സന്തോഷമാകട്ടെ. നമ്മള് ദിവസങ്ങളില് നമ്മുടെ കൊച്ചു മക്കളെയൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ തിരിച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുറെ പേര് അച്ഛൻ മെസ്സേജ് വിട്ടു, ഫോൺ വിളിച്ചു, വോയിസ് മെസ്സേജ് വിട്ടു, ഒത്തിരിയേറെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് വേദനിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചവര്, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നശിക്കാതെ പോയ മക്കള്, അങ്ങനെ പല വേദനകൾ. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി മുറിവേറ്റവരാണ് നമ്മളെല്ലാവരും. ഉദരാവസ്ഥയിൽ അല്ലെങ്കിൽ ഗുരുവായ നിമിഷത്തില് ചലന സമയത്തൊക്കെ അങ്ങനെ ഒത്തിരിയേറെ കൃപ നമുക്കറിയാം. അതൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കും. അതവരുടെ സ്വഭാവത്തെ, ബന്ധങ്ങളൊക്കെ ഒത്തിരി മുറിവേൽപ്പിക്കും. ചില മക്കൾ പറയും, എനിക്ക് ഡാഡിനെ സ്നേഹിക്കുന്നുണ്ട്, പറ്റണില്ല. മമ്മേനെ സ്നേഹിക്കുന്നുണ്ട്, പറ്റണില്ല. ആഗ്രഹിക്കാഞ്ഞിട്ടില്ല, പറ്റണില്ല. നമുക്കറിയാം, ഒരു കുഞ്ഞ് അറിയാതെ തന്നെ ആ കുഞ്ഞിലേക്ക് കയറി പറ്റുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലകളിലൊക്കെ സൗഖ്യം വേണം, വിടുതൽ വേണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ പയ്യൻ, അവനിങ്ങനെ പറയായിരുന്നു, അവര് രണ്ടുപേരും കൂടി എല്ലാ ദിവസവും ആ കുഞ്ഞിനെ കണ്ട് ആ ഉദരത്തിൽ തൊട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിങ്ങനെ പാടും, ഈശോയെ നിന്നെ കാണാനായി ക്രൂശിന്റെ മാറിൽ ചായുന്നു. ആശ്വാസം. ആ പാട്ട് ഇത് പാടും. ഈ കുഞ്ഞ് ജനിച്ച് എപ്പ ഈ പാട്ട് പാടിയാലും ഈ കുഞ്ഞ് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവര് പറയാ, ഏറ്റവും ആദ്യം ആയിട്ട് ഈ കുഞ്ഞ് പെട്ടെന്ന് ഈ പാട്ട് പഠിച്ചു. ഈ പാട്ട് കുഞ്ഞ് മൂളാൻ തുടങ്ങി. ആദ്യമായിട്ട് ഈ കുഞ്ഞ് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു കുടുംബ യൂണിറ്റിന് ആദ്യം പാടിയ പാട്ട് ഈ പാട്ടാണ്. ഈ കുഞ്ഞ് ഉദരത്തിൽ തന്നെ ഈ പാട്ട് കേട്ട് സ്വന്തമാക്കി പഠിച്ചു. അപ്പൊ എന്തുമാത്രം നമുക്ക് അച്ഛൻ പറയേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞിന്റെ
ദുരാവസ്ഥയിൽ തുടങ്ങി ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്ന ശബ്ദങ്ങള്, പ്രാർത്ഥനകള്, വഴക്ക്, തിരസ്കരണങ്ങള്, അപ്പന്റെ മുഖഭാവം, അമ്മയുടെ ചിന്തകള്, വികാരങ്ങൾ, ഇതെല്ലാം സ്വാധീനിക്കും. അപ്പൊ ഇങ്ങനെ ഒരു മേഖലയില് നഷ്ടപ്പെട്ടു പോയ ഒത്തിരിയേറെ മുറിവേറ്റ മക്കള്, അതിൽ നിന്ന് വന്ന വികാരങ്ങള്, ഹോർമോണുകള്, അതിനേക്കാളേറെ ചില അരൂപികള്, പൈശാചിക ശക്തികള്. ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി സ്വാധീനങ്ങൾ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു വലിയൊരു തിരിച്ചു പിടിക്കൽ നമുക്ക് വേണം. സൗഖ്യം നൽകി, വിടുതൽ നൽകി, വിമോചനം നൽകി, മുറിവുണക്കി നമ്മുടെ കർത്താവ് നമ്മെ സ്വതന്ത്രനാക്കണം, സൗഖ്യപ്പെടുത്തണം. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തോ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈശോയ്ക്ക് മാത്രമുള്ളൂ. ഈശോയുടെ പാപപരിഹാര ബലി, ഈശോയുടെ പരിശുദ്ധ രക്തം. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേയാളാണ്. ഹെബ്രായർ 13:8 ഈ വചനം ഇന്നലകളിലേക്ക് ഇന്ന് ഇറങ്ങിച്ചെല്ലാൻ കർത്താവിന് സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരും. അതുകൊണ്ട് ഞാൻ ദിവസങ്ങളൊക്കെ നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒത്തിരി പേരുടെ സന്ദേശങ്ങളും പ്രാർത്ഥനകളും കേട്ടപ്പോ ദിവ്യകാല സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ ഈശോ പറഞ്ഞ ഒരു വലിയൊരു കാര്യമാണ് തിരുരക്തത്തിന്റെ ശക്തമായ സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, സമാധാനത്തിന്റെ ശക്തി, വീണ്ടെടുപ്പിന്റെ ശക്തി, രക്ഷാകര ശക്തി അവകാശപ്പെട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും ഈ ഒരു മേഖല സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല ആയിരങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ അച്ഛനോട് പങ്കുവെക്കാറുണ്ട്. ആ മക്കൾക്ക് ലഭിച്ച അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള്, ആത്മീയമായ ശക്തി, മാനസികമായ സൗഖ്യം അനേകം മക്കളെ സാക്ഷ്യപ്പെടുന്നു. ഈ നിയോഗത്തിന് വേണ്ടി നിങ്ങൾ വീട്ടിൽ വെച്ച് ഈശോയുടെ വലിയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയും മറ്റെല്ലാ ലുത്തിനിയ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥനകളും എല്ലാം ആ ലുത്തിനിയ മുഴുവൻ നിങ്ങൾ പങ്കുചേർന്ന് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി, മുറിവേറ്റ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ മുറിവുണക്കി സൗഖ്യം നൽകി, വികാരങ്ങളെ മാറ്റി, ഹോർമോണുകളെ പോലും മാറ്റി, അതിലൂടെ കടന്നു വന്ന പിശാചിനെ യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി നമ്മുടെ കുടുംബങ്ങളെ, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നമ്മള് കൃപയിൽ വീണ്ടെടുത്ത് നമുക്ക് സൗഖ്യപ്പെടുത്തണം, തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയതൊക്കെ കർത്താവ് തരാനാണ് മക്കളെ ഈ ദിവസങ്ങളിൽ നമ്മെ ഈ ഒരു ശുശ്രൂഷയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ, നമ്മൾ ആരാധനയില് മുറിവേറ്റ വൈദ്യനായ, മുറിവുണക്കുന്ന വൈദ്യനായ, മുറിവേറ്റ് രക്തം ചിന്തി നമ്മെ സുഖപ്പെടുത്തുന്ന ദിവ്യകാരുണ്യനാഥൻ ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. നമ്മുടെ ഇന്നലകളിലേക്ക് വരാനായിട്ട് ഈശോയെ നമുക്കിന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തിരുരക്തത്തിന്റെ ജപമാല ഈ മേഖലകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ഈ ശുശ്രൂഷ കുറെ കൂടി നിങ്ങള് ഉണർവോടെ പങ്കെടുക്കുക, അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. എല്ലാ കുടുംബങ്ങളും എല്ലാ മക്കളും ഒക്കെ ഇത് തിരിച്ചറിഞ്ഞ് സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാവർക്കും പ്രശ്നമാണ്, മക്കളെ കുറിച്ചുള്ള പ്രശ്നങ്ങള്. എന്തുകൊണ്ട് ഈ മക്കൾ ഇങ്ങനെയായി? മക്കളെ, ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. അച്ഛൻ എപ്പോഴും പറയണ്ട്, എന്തുകൊണ്ട് 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 ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ഇവന്റെ സ്വഭാവം വഴിതെറ്റി പോകുന്നു, പെട്ടെന്ന് ഒച്ച വയ്ക്കുന്നു, ബഹളം വയ്ക്കുന്നു, പ്രതികരിക്കുന്നു, കണ്ണിക്കണ്ടവന്റെ പിന്നാലെ പോകുന്നു, മദ്യപിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഒരു സ്നേഹയിലാണ് പെരുമാറുന്നു. ഒത്തിരി കാര്യങ്ങളുടെ പിന്നിലൊക്കെയുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളെ മനസ്സിലാക്കി അവിടെ സൗഖ്യവും വിടുതലും സ്വീകരിച്ച് തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് മക്കളെ, ഗൗരവത്തോടു കൂടി എടുക്കുക. ഈ ശുശ്രൂഷ നിങ്ങൾ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു വലിയൊരു പരമ്പരയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. അനേക മക്കളും കുടുംബങ്ങളും രക്ഷപ്പെടാനുള്ള വഴി കർത്താവ് ഒരുക്കി തരുമ്പോൾ അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നമ്മൾ മടിക്കരുത്. അതും തീർച്ചയായിട്ടും ചെയ്യുക. അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ശുശ്രൂഷ അനേകരിലേക്ക് എത്താൻ സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യാരസനത്തില് നമ്മുടെ മക്കളുടെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഉദരത്തിലായിരുന്ന സമയത്ത്, ഗുരുവായ സമയത്തും ഉത്ഭവ സമയത്തും ഉദരാവസ്ഥയിലുമായിരുന്ന അവസ്ഥയിലുള്ള മുറിവുകളെ ഉണക്കി കർത്താവേ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സൗഖ്യപ്പെടുത്തി വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് മുറിവേറ്റത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ പരിശുദ്ധ രക്തം ചിന്തിയത്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ ഈ വലിയ കരുണയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ചും ഒത്തിരിയേറെ മുറിവേറ്റ മക്കള് ഞങ്ങളുടെ ഉദരാവസ്ഥയില് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പല വിധത്തില് ഒത്തിരിയേറെ മുറിവുകൾ ഏറ്റിട്ടുണ്ട് ഈശോയെ. ആ മുറിവുകളൊക്കെ ഉണക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലേക്ക് അങ്ങയുടെ തിരുമുറിവിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയായിരിക്കുന്ന ഈ മക്കള്, ഇവരുടെ കുടുംബങ്ങള്, ഇവരുടെ പ്രിയപ്പെട്ട മക്കള് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, നഷ്ടപ്പെട്ടു പോയ മക്കള്, സ്നേഹമില്ലാത്ത മക്കള്, കുടുംബത്തോട് ചേർന്ന് നിൽക്കാത്ത മക്കള്, അപ്പനോട് ദേഷ്യമുള്ള മക്കള്, അമ്മയോട് ദേഷ്യമുള്ള മക്കള്, അനുസരിക്കാത്ത മക്കള്, അതോടൊപ്പം തന്നെ കുടുംബത്തെ വിട്ട് മറ്റു പല കൂട്ടുകെട്ടുകള്, ബന്ധങ്ങള്, ലഹരി, മറ്റു പല സുഖഭോഗങ്ങള്, അതിന്റെ പിന്നാലെ പോയിരിക്കുന്ന മക്കള്, ഇതിന്റെയൊക്കെ പേരില് ഡിപ്രഷനായി പോയ മക്കള്, നിരാശപ്പെട്ടു പോയ മക്കള്, സ്വഭാവ വൈകല്യങ്ങളിൽ പോയ മക്കള്, ഈശോയെ, എല്ലാ മക്കളെയും തിരുമുമ്പില് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്താൻ ആർക്കുമാകില്ല. അങ്ങയുടെ പരിശുദ്ധ രക്തത്താല് ഞങ്ങളുടെ മക്കളെ കഴുകണമേ. അങ്ങേ തിരുമുറിവിനാല് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുറിവുകളെ ഉണക്കണമേ. മുറിവേറ്റ ഞങ്ങളുടെ കുടുംബങ്ങളെ, മുറിവേറ്റ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഈശോയെ, അങ്ങയുടെ തിരുമുറിവിനാല് മുറിവുണക്കി രക്തത്താല് വിശുദ്ധീകരിച്ച് അങ്ങയുടെ ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിരിക്കുന്ന മക്കള്, മാനസികമായി തകർന്നു പോയ മക്കള്, ആത്മീയമായി തകർന്നു പോയ മക്കള്, തങ്ങൾ തന്നെ അറിയാതെ തന്നെ ചില അവസ്ഥകള്, സങ്കടങ്ങള്, നൊമ്പരങ്ങള്, സ്വഭാവങ്ങള്, ഹോർമോൺ ചേഞ്ചുകള്, ചില ആത്മാക്കള് സ്വാധീനിച്ച എല്ലാ മക്കളുടെ മേലും കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഈശോയെ, വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ സൗഖ്യശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് നിറയട്ടെ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയായിരിക്കുന്ന ഈ മക്കളെയും ഈ മക്കളിലേക്ക്, ഇവരുടെ കുടുംബത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് ദൈവിക ശക്തി പ്രവഹിക്കട്ടെ. ആ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കട്ടെ. അങ്ങയുടെ കൃപയില്, അങ്ങയുടെ സ്നേഹത്തില്, അങ്ങയുടെ സൗഖ്യത്തില് ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കണമേ കർത്താവേ. അതിനായി ഈശോയെ, ഈ മക്കളെ എല്ലാവരെയും, ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും, മക്കളുടെ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സൗഖ്യവും സമാധാനവും സന്തോഷവും വലിയ സ്നേഹവും എല്ലാം നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേ തിരുഹൃദയത്തിൽ തിരിച്ചു പിടിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഉറപ്പിക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ സംരക്ഷിക്കണമേ. ഈശോയെ, നന്ദി പറയുന്ന കർത്താവേ, മക്കളെല്ലാവരിലേക്കും അങ്ങയുടെ ദിവ്യകാരുണ്യ ശക്തി, തിരുഹൃദയത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ ശക്തി, തിരുമുറിവിന്റെ ശക്തി ഇപ്പോൾ അങ്ങ് പ്രകടമാക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ മക്കളിലേക്ക്, വീട്ടിലേക്ക്, മണ്ണിലേക്ക്, പഠനത്തിലേക്ക്, ജോലി മേഖലകളിലേക്ക് എല്ലാം കർത്താവേ, ദിവ്യകാരുണ്യ ശക്തി നിറയട്ടെ, അനുഭവിക്കുമാറാകട്ടെ. വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും അവസ്ഥകളും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ
കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഈ ആശീർവാദ സമയത്ത് അങ്ങയിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഈ മക്കളുടെ കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക്, ഓരോ അവസ്ഥകളിലേക്കും ഇറങ്ങിച്ചെന്ന് പ്രവഹിപ്പിച്ച് സൗഖ്യവും വിടുതലും വീണ്ടെടുപ്പിന്റെ വലിയ അനുഭവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഇരു കരങ്ങളും ഉയർത്തി നന്ദിയോടെ സ്തുതിച്ച് ആ വലിയ ശക്തി സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സൗഖ്യത്തെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിടുതലിനെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണത്തെ ഓർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വീണ്ടെടുപ്പിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അഭിഷേകം അനുഭവം എല്ലാ മക്കൾക്കും അനുഭവവേദ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.